പാവപ്പെട്ട ജനങ്ങള് ഇവിടെ നമ്മള് കേരളം മാതിരിയല്ല. ഇവിടെ ജാതി അടിസ്ഥാനമുണ്ട്, പാർട്ടിക്കാരുടെ ഓരോ തന്ത്രമുണ്ട്. എന്താണ്? ഇപ്പോൾ ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിൽ എന്നെ എടുത്ത് തലവരായിട്ട് വെക്കും, നേതാവായിട്ട് വെക്കും. എന്തിന്? എന്റെ സ്വന്തക്കാരുമുണ്ട്, അവര് മുഴുവനും എനിക്ക് ചുറ്റുമിരിക്കണം. അവരെ കടന്ന് ഞാൻ പോകാൻ പാടില്ല. പോയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾ ഈ ജനങ്ങളെ എല്ലാം കള്ളപ്രചാരണം നടത്തി നിങ്ങൾ കൊണ്ടുപോയില്ലേ? ആ പാവപ്പെട്ട തൊഴിലാളിക്ക് നിങ്ങൾ എന്ത് സമ്മാനം കൊടുത്തു? അതാണ് എനിക്ക് ചോദിക്കേണ്ടത്. പെണ്ണുങ്ങളെ സമരം ചെയ്ത് 20% ബോണസ് വാങ്ങിച്ചു. ഒറ്റയടിക്ക് ചരിത്രത്തിൽ നടക്കാത്ത ശമ്പളം 69 രൂപ കൂട്ടി. ഞങ്ങളെ സ്വപ്നത്തിൽ പോലും ഓർത്തില്ല. 69 രൂപ ഞങ്ങൾക്ക് വലുതാണ്. നിങ്ങൾ എത്ര PLC നടത്തി? ഇനി എന്റെ സഹാക്കന്മാരുടെ അടുത്ത് എനിക്കൊരു ചോദ്യമുണ്ട്. ഇവിടെ 5 സെന്റ് ഭൂമിയും ഒരു വീടും നിങ്ങള് തൊഴിലാളിക്ക് പദ്ധതി ഒരുക്കി. പാവങ്ങള് തൊഴിലാളികള് ആ വീടും ആ സ്ഥലമും സ്വപ്നം കണ്ട് എത്രയോ മണ്ണിനടി പോയി മരിച്ചുപോയി. ഇനി ഒരിക്കലും അവർക്ക് വീണ്ടും ജന്മമില്ല. ഞങ്ങള് പാവപ്പെട്ട തൊഴിലാളി ഈ മൂന്നാറിൽ ഇപ്പൊ 3 യൂണിയനും ചേർന്ന് ഒരു കമ്മിറ്റിയിൽ പാസാക്കിയേക്കുവാണ്. എന്താണ്? പൊമ്പളവരിമേലേക്ക് പോയവർക്കാർക്കും സ്ഥലമില്ല. 5 സെന്റ് സ്ഥലവും ഒരു വീടും ഞങ്ങൾ കൊടുക്കും. അതെങ്ങനെ കൊടുക്കും? പാർട്ടിയിൽ സംബന്ധപ്പെട്ടവർക്ക് കൊടുക്കും. പൊമ്പളവരിമേലുള്ളവർക്ക് സ്ഥലമില്ല, വീടില്ല. അവൾ അവക്കടെ കൂടെ പോയില്ലേ? ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഒരു പാർട്ടിക്ക് സന്ത കൊടുത്ത് ഒരു ലീഡർ ഒരു ജനങ്ങളെ പോലും എന്റെ കൂടെ വരണം, നിങ്ങളുടെ പാർട്ടി വിട്ടു വരണം എന്ന് ഞാനോ എന്റെ രാജേശ്വരിയോ എന്റെ കൂടെയുള്ള ആരും ഞങ്ങൾ വിളിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ആ പണിയില്ല. നിങ്ങള് ഇവിടെ ചെയ്തു കൂട്ടുന്ന പണികളെല്ലാം ഞങ്ങൾക്കറിയാം. ഞങ്ങൾ എന്ന് മൈക്ക് പ്രചാരണം തുടങ്ങിയോ അന്ന് മുതൽ നിങ്ങളുടെ വേല നിങ്ങൾ ആരംഭിച്ചു. പാവപ്പെട്ട തൊഴിലാളികളെ പേടിക്കുകയാണ്. ഞാനൊന്ന് പറയട്ടെ, തോട്ടം തൊഴിലാളി മക്കൾക്ക് എന്തോരം ധൈര്യം ഞാൻ കൊടുത്താലും ഈ മൂന്നാറിലെ ട്രേഡ് യൂണിയൻ നേതാക്കളെയെല്ലാം കുറച്ചുപേരെ സൂപ്പർവൈസർ ആക്കിയിട്ടുണ്ട്. എന്തിനാണ്? പാവപ്പെട്ട തൊഴിലാളികളെ പീഡിപ്പിക്കാൻ. എന്തിനാണ് സൂപ്പർവൈസർ പണി കൊടുത്തിരിക്കുന്നത്? പൊമ്പളവര് പേലേക്ക് പോണവള് പോകരുത്. അവൾക്ക് മാത്രം ഒരു പണിയാണ് അവിടെ. അവൾക്ക് പീഡനമാണ് അവിടെ. 100 ആള് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരാളെ മാത്രം പീഡിപ്പിക്കുമ്പോൾ ആ തൊഴിലാളി സഹിച്ച് എത്ര ദിവസം അവൾ ആ പീഡനം സഹിക്കും? പക്ഷേ ഇനിമേൽ ഞാൻ നിങ്ങളോട് ആടിയിട്ട് പറയാണ്, പൊമ്പളവരിമേൽ ഒരാളെ പോലും നിങ്ങൾ തൊട്ടാൽ ഞങ്ങളുടെ പിന്നിലാളുണ്ട്. അവരെ ഞങ്ങൾ അടിക്കില്ല. ഞങ്ങളുടെ ആളും അവര് അഡ്രസ് ഇല്ലാതെ അടിച്ചിട്ട് പോകും. അതുകൊണ്ട് എനിക്ക് മനസ്സിലുള്ള വിഷമം കൊണ്ട് പറയുന്നതാണ്, ഈ 3 ആളുടെ സ്വന്തമാണ്. ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, 3 ആർക്ക് സ്ത്രീധനം കിട്ടിയ? ഇത് ആര് സ്ത്രീധനം അവകാശപ്പെടുന്നു? മൂന്നാറിലെ 3 പാർട്ടിക്കാർക്ക് മാത്രമുള്ളതാണോ മൂന്നാറ്? ഇവിടെ ഈ തമിഴ് മക്കൾ ജനിച്ച് വളർന്ന് ഇവിടെ മരിച്ച് ഇവിടെ ഉണ്ടാക്കിയതാണ് ഈ മൂന്നാറ്. ഇത് നിങ്ങളുടെ ആരുടെ സ്വന്തമല്ല. മൂന്നാറിലെ പൊമ്പളവരിമയ്ക്കാണ് സ്വന്തം. കാരണം ഞങ്ങളെല്ലാവരും തോട്ടം തൊഴിലാളികളാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു,
ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതാ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഉടനെ ഞാൻ നിങ്ങളോട് സംസാരിക്കും. എത്ര നേരമായാലും ഞാൻ നിങ്ങളോട് സംസാരിക്കും. എനിക്ക് കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. കാരണം എല്ലാവരും ലിസി സണ്ണി, രാജേശ്വരി കണ്ടാൽ എല്ലാവർക്കും എന്താണ് തോന്നുന്നത്? ഞങ്ങൾ എന്നാ ഇവിടെ ഭീകരവാദികളാണോ? ഭീകരവാദി എന്ന് പറഞ്ഞ ആൾക്ക് നിങ്ങൾ വോട്ടിട്ടു, നിങ്ങൾ ജയിപ്പിച്ചു. ഞങ്ങൾ നിങ്ങളുടെ തൊഴിലാളിക്കാകെ ജീവൻ കൊടുത്തു. പക്ഷെ ഞങ്ങളെ നിങ്ങൾ ഉപേക്ഷിച്ചു. സങ്കടമില്ല, രാജേശ്വരി ജയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിർത്തിയില്ല. എന്റെ രാജേശ്വരിക്ക് പണമില്ലാതെ പോയി, അതിന് ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. ഞങ്ങളുടെ പണക്കുറവ് കൊണ്ടാണ് ഞങ്ങൾ തോറ്റത്. അത് ഞങ്ങൾക്ക് സാരമില്ല. രാജേശ്വരി ജയിക്കാത്തതിന് ഞങ്ങൾക്ക് സങ്കടമില്ല. കാരണം ഞങ്ങളുടെ പൊമ്പള ഒരുമ ഇവിടെ ശക്തമാണ്. ഞങ്ങളുടെ പൊമ്പള ഒരുമയുണ്ട്. അനീതി കണ്ടാൽ തട്ടി ചോദിക്കും. എന്റെ ബഹുമാനപ്പെട്ട മൂന്നാറിലുള്ള സഖാക്കളെ, അണ്ണന്മാരെ, അക്കമാരെ, നിങ്ങൾ എന്താണ് ഞങ്ങളെ കുറിച്ച് വിചാരിച്ചത്? ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ട് മൂന്നാറിൽ ഇത്ര പാർട്ടി സ്ട്രോങ് ആയിട്ട് ഉണ്ടായിട്ട് രാജേശ്വരിയും ലിസ്റ്റനെയും പോയിരിക്കുക. മൂന്നാറിൽ അവര് പണമൊക്കെ മേടിച്ച് തീർന്നു. ഇപ്പൊ പോയിരിക്കുകയാണ് ഡൽഹിയിലേക്ക് പണം മേടിക്കാൻ. ഞങ്ങൾ പണം മേടിക്കാൻ പോയതല്ല. ഞങ്ങൾ ഒറ്റപ്പെടുത്തി, ഞങ്ങളെ അടിച്ചു. ഞങ്ങൾ നിങ്ങളെ സ്നേഹിച്ചവരാണ്. പക്ഷേ നിങ്ങളുടെ തൂതാളെ വിട്ട് ഞങ്ങളെ അടിക്കുകയാണ്. ഞങ്ങളുടെ ആളുകളെ ഒന്നൊന്നായിട്ട് നിങ്ങൾ കൊണ്ടുപോയില്ലേ? ആ പാവങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന സമ്മാനം നിങ്ങൾക്കെന്താ? പാർട്ടി നേതാക്കൾക്ക് എന്താണ്? അവർ 5 വർഷത്തേന് വോട്ട് വാങ്ങിച്ചു. 5 വർഷം ഭരിക്കാം, ഹാപ്പിയായി. 5 വർഷത്തിന് പറയണം അവരുടെ കയ്യില്. ഒരു ദിവസത്തെ ശമ്പളം വാങ്ങിച്ചു. സന്ത ആഗസ്റ്റ് മാസം വരേക്കുള്ള സന്ത വാങ്ങിച്ചു. ഇനി തൊഴിലാളിയുടെ വായിലേക്ക് മണ്ണാണ്. തൊഴിലാളിക്ക് ഇനി ഒന്നുമില്ല. ഇനി അടുത്ത ഓഗസ്റ്റിൽ നോക്കിയാൽ മതി തൊഴിലാളിയെ. പിന്നെ തൊഴിലാളിക്ക് ഒരു ഹെൽപ്പ് ഉണ്ട്. എന്താണെന്നറിയാമോ? പാവപ്പെട്ട തൊഴിലാളിയെ പിടിച്ചു വെക്കാൻ അവരൊരു തന്ത്രം കണ്ടു. എന്താണ്? സൊസൈറ്റി. ഈ പാവങ്ങൾ ആരെങ്കിലും 36 മാസം തികച്ച സൊസൈറ്റി അവർ വാങ്ങിച്ചിട്ടുണ്ടോ? ചരിത്രത്തിലില്ല. കാരണം അവർക്കൊരു 2000-ഓ 3000-ഓ പൈസ വേണം. അതിന് എന്ത് ചെയ്യും? ഇപ്പോൾ 6 മാസം അടച്ചിട്ടുണ്ടെങ്കിൽ ആ 6 മാസത്തെ കാശ് ചെന്ന് തിരിച്ചു ചോദിക്കും. ആ പൈസ അവര് തിരിച്ചു കൊടുക്കും. വീണ്ടും പുതുപ്പിക്കൽ. 36 മാസത്തേക്കുള്ള 300 പ്രാവശ്യം പുതുപ്പിക്കും. അങ്ങനെ ഈ 2000-നും 3000-നും 4000 രൂപയ്ക്കും വേണ്ടി എന്റെ പാവപ്പെട്ട അക്കമാരെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെയുള്ള നേതാക്കൾ എത്ര പേര് കവാത്ത് പറ്റുന്നുണ്ട്? എത്ര പേര് കൊളുത്തെടുക്കുന്നുണ്ട്? പക്ഷെ ലിസി സണ്ണി കൊളുത്തു പറ്റും, രാജേശ്വരി കൊളുത്തു പറ്റും. ഞങ്ങൾ ജോലി ചെയ്യും. ഞങ്ങളുടെ ജീവൻ പോകുന്നത് വരെ കമ്പനിക്ക് വേണ്ടി വളർച്ചു കൊടുക്കും. പ്രിയപ്പെട്ട പെൺപിള്ളേരുമായി സഹോദരിമാരെ, ആം ആദ്മി വളണ്ടിയർമാരെ, നാട്ടുകാരെ, ആം ആദ്മി പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവും ദില്ലി MLA-യുമായ സോംനാഥ് ഭാരതി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻക്ലാബ് സിന്ദാബാദ്, ആം ആദ്മി പാർട്ടി സിന്ദാബാദ്, പെൺപിള്ളേർ ഒരുമൈ സിന്ദാബാദ്, നമ്മൾ ഒരുമൈ സിന്ദാബാദ്, സോംനാഥ് ഭാരതി സിന്ദാബാദ്, അൽക്ക രാംബ സിന്ദാബാദ്, ദീപക് വാജ്പേയി സിന്ദാബാദ്, ആം ആദ്മി സിന്ദാബാദ്, പെൺപിള്ളേർ ഒരുമൈ സിന്ദാബാദ്.
നമുക്ക് ഒരല്പം വൈകിപ്പോയത് ഇന്ന് മൂന്നാറിന്റെ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ടാണ്. എങ്കിലും പെമ്പിള ഒരുമയ്ക്ക് എല്ലാവിധ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ തന്നെ നേരിട്ട് സഹോദരൻ എസ് സണ്ണിയോടും രാജേശ്വരിയോടും ആം ആദ്മി പാർട്ടി നേരിന്റെ സത്യസന്ധതയുടെ സുതാര്യതയുടെ പാർട്ടി സമ്പൂർണമായ പിന്തുണ പെമ്പിള ഒരുമ നടത്തുന്ന എല്ലാ പോരാട്ടങ്ങൾക്കും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ പ്രഖ്യാപനത്തിന്റെ ഭാഗമായുള്ള നമ്മൾ ഒരുമിച്ചു ചേർന്ന നമ്മൾ ഒരുമയും പെമ്പിള ഒരുമയും ആം ആദ്മി പാർട്ടിയും ചേർന്ന മഹാ പ്രഖ്യാപന സമ്മേളനത്തിനാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ തൊഴിലാളി സംഗമം, അതുപോലെ ഓഫീസിന്റെ ഉദ്ഘാടനം, രണ്ട് കാര്യങ്ങൾ നടക്കുകയാണ്. അരവിന്ദ് കെജ്രിവാൾ സിന്ദാബാദ്, പെമ്പിള ഒരുമ സിന്ദാബാദ്, രാജേശ്വരി സിന്ദാബാദ്, ലിസി സണ്ണി സിന്ദാബാദ്, സോമനാഥ് ഭാരതി സിന്ദാബാദ്, അൽക്ക ലാംബ സിന്ദാബാദ്, ദീപക് വാജ്പേയി സിന്ദാബാദ്. അപ്പോ ഇനി നമ്മൾ ദീർഘിപ്പിക്കുന്നില്ല, പരിപാടികൾ ആരംഭിക്കുകയാണ്. ഈ സദസ്സിന്